ഈ ലോകം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഇതിൽ നിന്നാണല്ലോ നമ്മൾ ദൈവത്തിനെ അറിവ് ചെയ്യുന്നത്. ഉണ്ടാക്കിയ ഈ ലോകം ഇതാണ് നമ്മുടെ അനുഭവത്തിലുള്ളത്. അപ്പോൾ അനുഭവത്തിനകത്ത് ഉണ്ടാക്കിയ ലോകത്തിനകത്തു നിന്നൊരു ദൈവത്തിനെ നമ്മൾ കണ്ടുപിടിക്കുമ്പം ഇവർ പറയുന്ന പോലൊരു ദൈവം ഉണ്ടാകത്തില്ല. നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി കുഴപ്പമുള്ളൊരു ലോകമാണ്. ഈ കുഴപ്പത്തിന് മുഴുവൻ പിന്നെ ദൈവം ഉത്തരം പറയണ്ടേ? നേരെ അതെനിക്ക് ഭയങ്കര പ്രശ്നമായി. ഞാനിത് ചെറുതായിരിക്കുമ്പോൾ ആലോചിച്ചതാണ്. അപ്പോൾ അന്ന് ഞാൻ എപ്പോഴും 2-3 പേര് ഈ ചോദ്യം ചോദിച്ച് 2-3 പേരോട് ഞാനിത് ഉത്തരവും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊതുകിനെ എന്തിനാണ് ദൈവം ഉണ്ടാക്കിയെന്നുള്ളതായിരുന്നു അന്ന്. എത്ര ആലോചിച്ചിട്ട് അതിനൊരു യുക്തി കിട്ടുന്നില്ല. സകല കോഴിയും കുത്തുന്ന കാണാം, പശുവിനെയും ആടിനെയും എല്ലാം കുത്തുന്ന നമ്മളെയും കുത്തും. ഇതെന്തിനാണ് ഈ കൊതുകിനെ ഉണ്ടാക്കിയത്? ബാക്കിയൊക്കെ പിന്നെ നമ്മൾ തിന്നാനൊക്കെയാണെന്ന് എനിക്ക് കൊതുകിനെ തിന്നാൻ പോലും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഇത് എന്തിനാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ആകെ മനസ്സിലായത് നേരെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തൊരു ദൈവമാണെന്ന് മനസ്സിലായി. അതാണ് പറ്റി. അങ്ങനെ അത് അന്നത്തെ ഇതിനകത്ത് നന്നായി ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഇവർ പറയുന്നതാണെങ്കിൽ ദൈവം വളരെ സ്നേഹമുള്ളതും കരുണയുള്ളതും, നമ്മൾ എത്ര നോക്കിയാലും ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക, ഉപദ്രവിക്കുക, വെട്ടിക്കൊല്ലുക, നമ്മൾ അന്നേ കോഴിയൊക്കെ വെട്ടി തിന്നുക, ഇങ്ങനെ തിന്നുന്ന ഇത് എന്തൊരു ലോകമാണ് ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ വന്നപ്പം കൊള്ളാവുന്ന ദൈവമല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അടുത്ത ക്ലാസ്സിനകത്ത് ഇതിങ്ങനെ പറഞ്ഞു, ഇവർ പറയുന്ന പോലൊരു ദൈവമില്ല, ഉണ്ടെങ്കിൽ കൊള്ളാത്ത ദൈവമാണ്. അതാണ് ഞാൻ പറഞ്ഞ് നിർത്തി. അപ്പോൾ സാറ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് പറഞ്ഞു, കൊള്ളാം, നല്ല ചിന്തയാ, ചിന്തിച്ചോ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നിട്ടൊരു അതുവരെ ഞാൻ അങ്ങനെ ചിന്തിക്കാതെ അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്നെങ്കിൽ അതിനുശേഷം ഞാൻ ഈ കഥ വായിക്കുമ്പോഴും അല്ലെങ്കിൽ പുരാണങ്ങൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ബൈബിൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ആരെങ്കിലുമൊക്കെ തരുമല്ലോ, അതിനകത്തൊക്കെ നോക്കും. ഈ ദൈവത്തിന് ശരിയാകാത്ത, ഞാൻ ഇവർ പറയുന്ന പോലെ അല്ലാത്ത ഒരു ദൈവത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇതിനകത്തെല്ലാം നോക്കുമായിരുന്നു. അങ്ങനെ പ്രീഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ മൂച്ചിന് പറയും കൊള്ളാത്ത ദൈവമാണ് എന്നുള്ളത്. മാത്രമല്ല അപ്പോഴത്തേനും ഒരു പ്രീഡിഗ്രി കഴിഞ്ഞാൽ BA എത്തിയപ്പോഴത്തേനും നമുക്ക് കുറേ കൂടെ യുക്തിപരമായിട്ട് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റുന്ന സമയമായോടെ എനിക്ക് മനസ്സിലായി, ഇയാൾ ഉണ്ടാക്കിയാലും ഇപ്പോൾ ആദ്യമായിട്ടൊരാളുണ്ടാക്കി വിചാരിച്ചാൽ കുറേ കയ്യബദ്ധമൊക്കെ വരും, എന്നാൽ പഠിക്കത്തില്ലേ? അതുമില്ല. ചെയ്തതിനകത്തൊന്നും പഠിക്കാത്ത ഒരാളാണ് ഈ ദൈവം എന്ന് മനസ്സിലായി. അതോടെ എനിക്ക് കിട്ടിയ 2 അടി കൊടുക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയായി. അപ്പോൾ ആ സമയത്തൊക്കെ ഈ അമ്പലത്തിനൊക്കെ മുന്നേ ചെന്നിട്ട് പോടാന്നൊക്കെ പറഞ്ഞിട്ട് പോകും. നമുക്കിങ്ങനെ അപ്പുറത്തൊരു ദൈവമുണ്ട്, ഇതുണ്ടാക്കി, അല്ലാതെ അതിനപ്പുറത്തോട്ട് ആലോചിക്കുന്നില്ല. പക്ഷെ കിട്ടിയ ചീത്ത പറയണമെന്ന് മനസ്സിലാകുന്ന തരത്തിലാണ് ഈ. കാരണം നേരെ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തതും വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതായ ഒരു ആളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അയാളോട് എനിക്ക് ഭയങ്കര വിരോധമായി. അമ്പലമായാലും പള്ളിയായാലും എല്ലാം ആരും കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരും കാണുന്നില്ലെങ്കിൽ പോടാന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ നിലവാരത്തിൽ ഈ ഇനിഷ്യേറ്റ് ചെയ്യപ്പെട്ട ഒരു ചിന്ത ഈ 9ാം ക്ലാസ്സിലുണ്ടായി.